നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വണ്ണിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്നത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എന്നാണെന്നുള്ളതാണ്. അന്നേരം ജൂലൈ പകുതി കഴിഞ്ഞതിന് ശേഷമാണ്, അതായത് 17-ാം തീയതിയാണ് നമുക്ക് റിസൾട്ട് വന്നത്. യഥാർത്ഥത്തിൽ പ്ലസ് വണ്ണിന് ഏറ്റവും ലേറ്റ് ആയിട്ടാണ് വന്നത്. നമ്മളതും സാവകാശം കിട്ടിയാൽ മാത്രമേ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു പ്ലസ് ടു വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്ന ഒരു പ്രശ്നം പ്ലസ് ടുവിന്റെ കാര്യത്തിൽ, കാരണം പിന്നീട് അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടുവിന്റെ ഇപ്പം ഓണപരീക്ഷ ഓഗസ്റ്റിലുണ്ട്, ക്രിസ്മസ് പരീക്ഷ ഡിസംബറിലുണ്ട്, ഇതിനിടയിൽ പ്രാക്ടിക്കൽസ് എല്ലാം തീർക്കണം, അതുപോലെ ജനുവരി മുതൽ മോഡൽ എക്സാംസ് എല്ലാം തുടങ്ങണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് നവംബറിലോ ഡിസംബറിലോ ഒക്കെ ആക്കി കഴിഞ്ഞാൽ കലോത്സവ സംഭവങ്ങളും എല്ലാം വരും, എല്ലാം അവതാളത്തിലാവും. അന്നേരം ആകെയുള്ളൊരു ചാൻസ് ഒക്ടോബർ പകുതിയാണ്. ഇപ്പോഴും അവരെടുത്തേക്കുന്ന ഡേറ്റ് ഏകദേശം ഒക്ടോബർ 15-ന് അടുത്തുള്ളൊരു ഡേറ്റ് ആണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റ്. ഇനി ചിലപ്പോൾ മാറ്റങ്ങൾ വരുമോ എന്നറിയത്തില്ല. പക്ഷെ ഒക്ടോബർ 15 എന്നുള്ള ഡേറ്റ് വെച്ച് നിങ്ങൾ, ഒക്ടോബർ പകുതി എന്നുള്ള ഡേറ്റ് വെച്ച് നിങ്ങൾ പഠിക്കാൻ ആരംഭിക്കുക. കാരണം ആ ഡേറ്റിൽ എന്തായാലും ഇത്രയ്ക്ക് സമയം കൊണ്ട് 3 വിഷയം മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാം. ഞാൻ പറയുന്ന എല്ലാ കുട്ടികളും 3 വിഷയം മിനിമം ഉറപ്പായിട്ടും ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ്മെന്റ് നന്നായിട്ട് പഠിച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ മാർഗം കിട്ടത്തുള്ളൂ. നമ്മുടെയും എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം നമുക്കും ചെയ്തു തരാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഓൺലൈൻ ബാച്ചസ് ഉണ്ട്. അതിപ്പം പ്ലസ് ടുവിനോടൊപ്പം നമുക്ക് പ്ലസ് വണ്ണിന്റെ എല്ലാ സബ്ജക്ട്സും പഠിക്കുന്നതിന് നമുക്ക് 3500 രൂപ മാത്രമേ ഉള്ളൂ ഫീസും. അന്നേരം നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് നമ്പറും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് ഇമ്പ്രൂവ് ചെയ്യുന്നത് മാത്രം കൊടുത്താൽ അത് നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ആദ്യമുള്ള ക്ലാസ്സും സിമ്പിൾ നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാ സംഭവങ്ങളും കിട്ടുന്നതായിരിക്കും. അന്നേരം വളരെ ശ്രദ്ധിച്ച് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗംഭീര മാർക്ക് മേടിക്കാം. ഓക്കെ, നെവർ ഗിവ് അപ്പ്.